ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നലെ നമ്മൾ റോജർ പോയ ഫ്രൈഡേത്തെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇന്നിപ്പോൾ നമ്മൾ സാറ്റർഡേ കൂടുതൽ ജോലികളൊന്നും കുക്കിംഗ് ഇല്ലാത്തൊരു ദിവസമായിരുന്നേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചൊരു ദിവസമാണ്. ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലമാരി അടക്കം റൂം നമ്മൾ എല്ലാ ദിവസവും ക്ലീൻ ചെയ്യണതാണ്. അത് പതിവ് പോലെ എല്ലാം തുടക്കണം. പിന്നെ നമുക്ക് ഇങ്ങനെ കുറച്ച് നാളായിട്ട് അലമാരിയുടെ അകത്ത് അനാവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങളൊക്കെ ഇങ്ങനെ കയറി ഇരുന്നിരുന്ന് ഇപ്പോഴേ പുതിയ അതായത് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും വെക്കാൻ പറ്റാത്ത അവസ്ഥയായി. അപ്പോൾ ഈ ഉപയോഗിക്കാത്ത സാധനങ്ങളെന്ന് പറയുമ്പോൾ പിള്ളേരുടെ യൂണിഫോമുകളുണ്ടല്ലോ, അതായത് സ്കൂൾ യൂണിഫോം അല്ല കേട്ടോ, ഇവരുടെ ജോലിയുടെ യൂണിഫോം, അങ്ങനത്തെ പഴയ യൂണിഫോമുകളും ഒക്കെ കുറച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഇത്തവണ റയൻ പോയി കഴിയുമ്പോഴത്തേക്കും കുറേ ഉപയോഗിക്കാതെ അങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട് അലമാരിയിൽ. കാരണം ഓരോ തവണ അവർ പോകുന്നത് വരെയും നമ്മളത് സൂക്ഷിച്ച് വെക്കും. പുതിയത് മേടിച്ചതിന് ശേഷം മാത്രമേ അത് കളയുള്ളൂ. ഇനി മേടിക്കാൻ പോകാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സൂക്ഷിച്ച് വെക്കും. അപ്പോൾ അങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന യൂണിഫോമുകൾ, പിന്നെ ഇവർ തണുപ്പ് സ്ഥലങ്ങളിലേക്കല്ലേ കൂടുതൽ പോണത്. അപ്പോൾ പലതരം ജാക്കറ്റുകളും മഫ്ലർ, ഒരുപാട് അങ്ങനെയുള്ള ഈ ചൂടിന് പറ്റിയ ചൂട് കിട്ടാൻ പറ്റുന്ന സാധനങ്ങൾ അങ്ങനത്തെ കുറേ ഉണ്ട് കേട്ടോ ഇവിടെ. ഈ മങ്കി ക്യാപ്പും ഈ പറഞ്ഞ പോലെ മഫ്ലറുകൾ, ചെറിയ ചെറിയ തെർമലുകൾ, പിന്നെ കുറച്ച് കീറലൊക്കെ വന്നിട്ടുള്ള ലോങ് ജോൺസുകൾ, അങ്ങനത്തെയൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. എങ്കിലും ഗതി കെട്ടാൽ അത് ഉപയോഗിക്കല്ലാന്ന് വെച്ചിട്ട് ഞാനിങ്ങനെ കളയാതെ വെക്കണം. അപ്പോൾ ഇത്തവണ റയൻ പോയതിന് ശേഷം ഇനിയിപ്പോൾ കളയാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കളയാം. അപ്പോൾ അത് എല്ലാം ചെയ്യണം, അത് നോക്കിയെടുത്തൊക്കെ കളയണം. അപ്പോൾ അങ്ങനെ അപ്പോൾ നമ്മളുടെ ഗാർബേജ് കൊണ്ടുപോകുന്ന ആൾ തുണികൾ കൊണ്ടുപോകും. നമ്മൾ പറഞ്ഞാൽ മതി തുണികളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നേരത്തെ ഒന്നും അങ്ങനെ കൊണ്ടുപോകില്ലായിരുന്നു. തുണി എന്താണെങ്കിലും അവരെടുക്കില്ല. അപ്പോൾ ഇപ്പോഴായിട്ട് അവർക്ക് തുണി കൊടുത്തോ കുഴപ്പമില്ല, കൊണ്ടുപോയിക്കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ ദിവസം പപ്പ പറഞ്ഞ് ഇങ്ങനെ വേണ്ടാത്ത സാധനങ്ങൾ എടുത്ത് വെച്ചോ ഗാർബേജുകാർക്ക് കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ അങ്ങനെ അലമാരിയുടെ അകത്ത് വേണ്ടാത്തതെല്ലാം കൂടി എടുത്ത് കൊടുക്കുന്നത് വലിയൊരു പണിയാണ്. കാരണം അത് കഴിഞ്ഞ് ബാക്കിയുള്ള നല്ലതെല്ലാം മടക്കി കയറ്റുകയും ചെയ്യണമല്ലോ. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടാണ്. എങ്കിലും ഇന്ന് ചെയ്യാതെ നിവർത്തിയില്ല. അപ്പം ഞാൻ ഏതായാലും എൻ്റെ അത്യാവശ്യം നമ്മൾ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങളും കൂടി വേഗം ചെയ്ത് തീർത്തിട്ട് മറ്റേ അലമാരിക്കകത്തേക്ക് കയറാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. പിന്നെ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് റിച്ചാർഡൊക്കെ ലേറ്റായിട്ട് എഴുന്നേറ്റ് വരുള്ളൂ. റിച്ചാർഡ് രാത്രി ഒത്തിരി ഇരുന്ന് നേരം വെളുക്കാറാകുമ്പോഴാണ് നമുക്ക് കിടക്കുന്നത്. അപ്പോൾ അവന് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ആ സമയത്തിരുന്ന് പഠിക്കുന്നതാണ് കേട്ടോ, സൈലൻ്റ് ആയിട്ടിരുന്ന് പഠിക്കാമല്ല. എന്നിട്ട് അവൻ കിടന്നുറങ്ങിയിട്ട് ഇത്തിരി താമസിച്ച് എഴുന്നേറ്റാൽ മതിയല്ല സാറ്റർഡേയിൽ. അപ്പോൾ അങ്ങനെ അവനും കിടന്നുറങ്ങുന്നുണ്ട്, അവൻ എഴുന്നേറ്റിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ബ്രേക്ക്ഫാസ്റ്റിന് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. മാവരച്ചത് ഫ്രിഡ്ജിലുണ്ട്, ഇത്തിരി ഇഡ്ഡലി ഉണ്ടാക്കണം, അത്രയേ. അപ്പോൾ എനിക്കും പപ്പക്കും അല്ലെങ്കിൽ 2 പേർക്ക് കഴിക്കാനുള്ള ഇഡ്ഡലി ഉണ്ടാകും. സാമ്പാർ ഫ്രിഡ്ജിലുണ്ട്, നമ്മുടെ റോജറിൻ്റെ സാമ്പാറേ, അത് ഏറ്റവും അവസാനത്തത് ഉണ്ട്. ഒന്നും കളഞ്ഞില്ല കേട്ടോ, ഞാനങ്ങനെ കളയൂല. അത് പ്രത്യേകിച്ച് സാമ്പാർ എൻ്റെ ഫേവറേറ്റ് ആയതുകൊണ്ട് എത്ര മോശം സാമ്പാറാണെങ്കിലും ഞാൻ കഴിച്ചിരിക്കും. അപ്പോൾ അത് ലാസ്റ്റ് ഉള്ള വളരെ കുറച്ച് സാമ്പാറുണ്ട്, അതെടുക്കാം. പിന്നെ റിച്ചാർഡ് മിക്കവാറും ഇത് കഴിക്കില്ലെന്ന് എനിക്കറിയാതുകൊണ്ട് നൂഡിൽസ് ഇരിക്കുന്നുണ്ട്, നൂഡിൽസ് വെക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം ഓക്കെയാണ്, അതിനും ബുദ്ധിമുട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് പണികളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഡസ്റ്റ് ചെയ്യുന്ന ഈ ബ്രഷില്ലേ, അത് ഭയങ്കര പെട്ടെന്ന് തന്നെ പൊടി കയറി പിടിക്കോട്ടെ. അതിൽ വളരെ എളുപ്പത്തിൽ പൊടി മാറ്റാം. കാരണം ഇതൊന്നും നനച്ചൊന്നും തുടക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് ഈ പൊടി അടിക്കാനേ പറ്റുള്ളൂ. നമ്മളുടെ ഈ പരിസരത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊടിയാണല്ലോ, അതിനെപ്പോഴും പറയുമല്ലോ. അപ്പോൾ നമുക്ക് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ ഈ ഓൾട്ടർ ഇതുപോലെ പൊടി തുടക്കും. ഡെയിലി തുടച്ചാൽ അത്രയും നല്ലതാണ്. കാരണം അത്രയും പൊടി പെട്ടെന്ന്, അതായത് വീഴുന്ന പൊടി അപ്പം തന്നെ പോകുമ്പോൾ അവിടെ പിടിച്ചിരിക്കുന്നില്ലല്ലോ. അപ്പോൾ എനിക്ക് സൗകര്യം കിട്ടുന്നതനുസരിച്ച് ഞാനിത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഞാനിത് പപ്പയുടെ അടുത്ത് കൊടുത്ത് ചെയ്യിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം പപ്പ ഇതൊക്കെ ഇത്തിരി പൊക്കമുണ്ടല്ലോ എന്നേക്കാൾ. അപ്പോൾ മുകളിലൊക്കെ ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. പക്ഷേ പപ്പ എന്തോ അത്ര വലിയ ഇൻട്രസ്റ്റ് കാണിച്ചില്ല ഈ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്യാൻ. പപ്പ പറഞ്ഞത് വാക്യൂം ക്ലീനർ വെച്ചിട്ട് ക്ലീൻ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അത് കേട്ടപ്പോൾ ഞാൻ ഓർത്ത് അന്നേ പിന്നെ ഞാൻ തന്നെ ക്ലീൻ ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ ക്ലീൻ ചെയ്യണം. പിന്നെ ഇത് അക്രലിക് പെയിൻറ്റിങ്ങാണ് ഞാൻ പറഞ്ഞിരുന്നില്ല. അതിൽ ഗ്ലാസ് ഒന്നുമില്ല, വെറുതെ പെയിൻറ്റിങ് മാത്രമാണ് ഒരു ഫ്രെയിമിൽ ഫിറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം അങ്ങനെയാണ് ഫോട്ടോ ഫ്രെയിമുകൾ വരുന്നത്. അക്രലിക്കാണ്, അത് ചില്ല് ഇടേണ്ട ആവശ്യമില്ല, നമുക്കത് ക്ലീൻ ചെയ്യാം. സാധാരണ പിക്ചറാണെങ്കിൽ പൊടി പിടിച്ചു കഴിഞ്ഞാൽ അത് കേടായി പോവും. ഇതങ്ങനെയല്ല. അപ്പോൾ നമ്മൾ അത് ഒന്ന് പറ്റുന്ന സമയത്തൊക്കെ
പൊടി തുടക്കുക. ഈ ആഴ്ചയിൽ ദിവസമൊന്നും പറയാൻ പറ്റില്ല, കാരണം ആ നേരം കൊണ്ട് പൊടിയിൽ മുങ്ങിപ്പോവും. അപ്പം നമുക്ക് സൗകര്യം അനുസരിച്ചിട്ട് ഈ പൊടികളൊക്കെ അങ്ങോട്ട് തുടച്ച് മാറ്റുക. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊടിയൊക്കെ ഇല്ലാതെ വീട്ടിൽ വൃത്തിയായിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ തുമ്മലായിരിക്കുള്ളൂ, എല്ലാവർക്കും ഭയങ്കര തുമ്മലുണ്ടാവും ഈ പൊടി വീട്ടിലുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ റിച്ചാർഡ് റയനൊക്കെ തുമ്മണ ആൾക്കാരാണ്, ഡസ്റ്റ് അലർജി. എനിക്ക് സംഭവമേ ഇല്ല. എത്ര പൊടിയുടെ നടുക്ക് നിന്നാലും എനിക്ക് തുമ്മലൊന്നും വരില്ല. എനിക്ക് വല്ല ജലദോഷം തുമ്മലൊക്കെ പിടിച്ചാലേ ഉള്ളൂ, അല്ലാതെ ഇല്ല. ഇവർക്ക് അങ്ങനെയല്ല, പൊടി ഇങ്ങനെ പോകുമ്പോൾ തന്നെ തുമ്മാൻ തുടങ്ങും. പപ്പക്കും എനിക്കും പിന്നെ അങ്ങനെയുള്ള യാതൊരു കുഴപ്പമില്ല. പപ്പക്കും എവിടെ പോയി നിന്ന് കഴിഞ്ഞാൽ എന്ത് പൊടി ശ്വസിച്ചാലും തുമ്മലൊന്നും പപ്പ തുമ്മണതേ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ നമ്മൾക്കില്ലാത്തത് കുട്ടികൾക്കുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഡസ്റ്റ് അലർജിയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഫാന് അങ്ങനെയുള്ള സംഭവങ്ങൾ ക്ലീൻ ചെയ്തിടണം. കർട്ടൻ, അതാണ് റിച്ചാർഡിൻ്റെ റൂമിൽ റിച്ചാർഡ് കർട്ടൻ വേണ്ടെന്ന് പറഞ്ഞത്. കാരണം നമ്മൾ കർട്ടൻ എല്ലാ ദിവസവും നമുക്കെടുത്ത് വാഷ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ പിന്നെ കർട്ടനുകളിൽ ഇങ്ങനെ പൊടി ഫാൻ ഇടുമ്പോഴത്തേക്കും കിടന്ന് കർട്ടൻ അടിക്കൂലേ, കർട്ടൻ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കൂലേ, അപ്പോൾ അതിലുള്ള പൊടി വരും. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് റിച്ചാർഡ് എപ്പോഴും പറയും മുറിയിൽ കർട്ടൻ ഇടല്ലേ എന്ന് പറഞ്ഞ കാര്യം അതാണ്. എങ്കിലും ഇപ്പോൾ അവൻ്റെ റൂമിൽ ആ ഫ്രണ്ടിൽ വഴിയിലേക്കുള്ള കാഴ്ച കിട്ടാതിരിക്കാനായിട്ടുള്ള ഒരു കർട്ടൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇവൻ രാത്രി ഇങ്ങനെ ഒരുപാട് 4 മണി 3 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കണല്ലേ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇവിടെ ലൈറ്റ് ഇട്ടിരിക്കുമ്പോൾ വഴി കൂടി ആ സമയത്തുമൊക്കെ ആളുകൾ നടക്കലൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവർക്കൊരു കാഴ്ചയാകും. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് ഈ മുറിയിൽ ലൈറ്റ് കാണുമ്പോഴത്തേക്കും അകത്തിരിക്കുന്ന കാര്യങ്ങളെല്ലാം കാണാൻ സാധിക്കും. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ അവൻ ഫ്രണ്ടിലൊരു കർട്ടൻ ഇട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കർട്ടനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പതിവ് ക്ലീനിങ് ആണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് പോകാൻ. അപ്പോൾ ഇത്ര നേരമായിട്ടും ഏകദേശം ഒരു 7:30 മണി 8 മണിയോട് അടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 8:30 മണിയോട് കൂടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുള്ളൂ. 8:30ക്കും അല്ല 9 മണിയൊക്കെ കഴിയുമ്പോഴാണ് ബ്രേക്ക്ഫാസ്റ്റ് പപ്പ കഴിക്കണം. പപ്പയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ഏറ്റവും ആദ്യം റെഡിയാക്കുന്നത്. നമ്മൾ തോന്നുന്ന സമയത്ത് കഴിക്കുന്ന ഒരു രീതിയാണ്. ജോലി ഒക്കെ തീർന്നൊക്കെ കഴിഞ്ഞിട്ടൊക്കെ കഴിക്കുള്ളൂ. വിശക്കുന്നാണെങ്കിൽ മാത്രം ഞാൻ നേരത്തെ കഴിക്കും. വിശക്കണില്ലെന്നുണ്ടെങ്കിൽ ആ വിശക്കണ സമയത്തേ കഴിക്കുള്ളൂ കേട്ടോ. ഇപ്പോൾ പല ഡോക്ടേഴ്സും പറയണത് അങ്ങനെ തന്നെയാണ്, വിശക്കുമ്പോൾ കഴിച്ചാൽ മതി, വിശക്കാതെ ഭക്ഷണം കഴിക്കണ്ട എന്നാണ് പറയണത്. അപ്പോൾ അതുകൊണ്ട് തന്നെയും ഞാൻ അങ്ങനെ സമയം വെച്ചൊന്നും കഴിക്കാറൊന്നുമില്ല. വിശന്നാലും വിശന്നില്ലെങ്കിലും കഴിക്കുന്ന ആ ഒരു രീതിയൊന്നുമില്ല. സമയത്തൊക്കെ കഴിക്കുന്ന രീതിയിൽ അതൊന്നുമില്ല. വിശക്കുമ്പോൾ കഴിക്കും, വിശന്നില്ലെങ്കിൽ കഴിക്കൂല, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇഡലിയും ഈ 2 പാത്രത്തിൽ ഒറ്റ ഇതിൽ വേകാനുള്ളത് എള്ള്. കാരണം ഞാൻ പറഞ്ഞല്ലേ 2 ആൾക്കുള്ളത് എള്ള്. അപ്പോൾ അത് ഒരു ഒറ്റ വേകലിന് കാര്യം കഴിഞ്ഞ് പിന്നെ സാമ്പാർ ചൂടാക്കിയാൽ മാത്രം മതി. പിന്നെ കാപ്പി എന്ന് പറഞ്ഞത് രാവിലെ തന്നെ ഇട്ട് അവിടെ വെച്ചിട്ടുണ്ടാകും. കാരണം തണുത്ത കാപ്പിയാണ് പപ്പ കുടിക്കണത്. ഞാൻ കാപ്പിയൊന്നും കുടിക്കാറുമില്ല. അതുകൊണ്ട് പിന്നെ എനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കാറില്ല. എനിക്കിങ്ങനെ തണുത്തതൊന്നും കഴിക്കണ ഇഷ്ടമല്ല. എനിക്ക് ചൂടായിട്ട് കഴിക്കണത് തന്നെയാണ് എപ്പോഴും ഇഷ്ടം. പിന്നെ എനിക്ക് കുറേ നാളായിട്ട് ചെയ്യാതെ ഇട്ടിരിക്കുന്ന ഒരു ജോലി കൂടി ചെയ്യണം. മുളക് കഴുകിയിട്ട് ഉണക്കണം. നമ്മളന്ന് ഇത്തിരി മുളക് കഴുകാതെ തന്നെയും ഒന്ന് റോസ്റ്റാക്കിയിട്ട് ഇത് ക്രഷ് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ആ ഒരു 1/2 കിലോ മുളക് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടേ. അതൊന്ന് കഴുകി ഉണക്കി എടുത്തിട്ട് ക്രഷ് ചെയ്യാനുള്ളത് ക്രഷ് ചെയ്യണം. കട്ട് ചെയ്ത് വെക്കാനുള്ള നമ്മൾ താളിക്കുന്ന സമയത്ത് ഇടൂലേ കടുകൊക്കെ പൊട്ടിക്കുമ്പോൾ, അതിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ എടുത്തിടാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നതാണ്. പിന്നെ കുറച്ച് മല്ലിയുണ്ട്, മുഴം മല്ലി. അത് സാധാരണ ഞാൻ യൂറിനിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഇൻഫെക്ഷൻ പോലെ തോന്നിയാൽ ഞാൻ മല്ലിവെള്ളം തിളപ്പിച്ച് കുടിക്കുകയാണ്. ഏറ്റവും നല്ല മരുന്നാണ്. കാരണം നമ്മൾ മാക്സിമം ഇംഗ്ലീഷ് മരുന്നുകൾ ഉപയോഗിക്കാതെ നോക്കണതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ മല്ലിവെള്ളം അതെനിക്ക് ഫാത്തിമ ഡോക്ടർ പറഞ്ഞു തന്നിട്ടുള്ളതാണ്. മുഴുവൻ മല്ലി ഇട്ടിട്ട് തിളപ്പിച്ചിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് മേടിച്ച് വെച്ച മല്ലിയാണ്. പക്ഷേ അത് എനിക്ക് യൂറിനിൽ ഇൻഫെക്ഷൻ ഇപ്പോൾ ഈ ഇടയ്ക്കൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് അത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ഉണക്കണം. അപ്പോൾ റിച്ചാർഡിന് നൂഡിൽസ് എടുത്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ പറഞ്ഞു അയ്യോ എനിക്ക് ചിങ്സിൻ്റെ നൂഡിൽസ് ഇഷ്ടമല്ല മമ്മി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറെ നൂഡിൽസിലെല്ലാം തീർന്നിട്ടുണ്ട്. അന്ന് നീ ഇഡലി സാമ്പാർ കഴിക്കുന്നുണ്ടപ്പോൾ അതിലും ഭേദം ഇത് തന്നെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും പപ്പയാണ് ഇഡലി സാമ്പാർ കഴിച്ചേട്ടാ. അവൻ നൂഡിൽസ് തന്നെയൊക്കെ കഴിച്ച്. പിന്നെ ഈ മുളക് അത്ര വലിയ ഇങ്ങനെ വെള്ളത്തിലിട്ട് ഇങ്ങനെ കഴുകണമെന്നൊന്നുമില്ല. നമ്മളിതുപോലെ കൊട്ടടകത്തിട്ടിട്ട് വെള്ളം ഇങ്ങനെ ഇങ്ങനെ ടാപ്പ് തുറന്ന് വെച്ചിട്ട് അടിയിൽ ഇങ്ങനെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ളൊരു
പ്രത്യേകത നമുക്കിങ്ങനെ ഊറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അഴുക്ക് താഴെ കൂടി ഇങ്ങോട്ട് പൊയ്ക്കോളും. കൊട്ട ഇങ്ങനെ ഹോൾസ് ഉള്ളതല്ലേ, അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി അഴുക്കും എല്ലാം പൊയ്ക്കോളും കേട്ടോ. അപ്പോൾ അങ്ങനെ കഴുകി എടുത്തിട്ട്, കാരണം അധികം മുളകൊന്നുമില്ലല്ലോ, കുറേ മുളകുണ്ടെങ്കിൽ ഞാനിങ്ങനെ ബക്കറ്റിലിട്ടിട്ടൊക്കെയാണ് കഴുകണത് കേട്ടോ. ഇത് കുറച്ച് ഒന്ന് കഴുകിയാൽ മാത്രം മതി. ഒരുപാട് നേരം മുളക് ഇട്ട് കുതിർത്ത് കഴുകി കഴിയാൻ തന്നെയും ഒരു മൂന്ന് ദിവസം ചുരുങ്ങിയത് ഉണങ്ങണം. അല്ലെന്നുണ്ടെങ്കിൽ ഉള്ളിൽ എന്തായാലും വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാകും, ഇത് പൂത്ത് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ അങ്ങോട്ട് കഴുകിയെടുക്കുക, ഉണക്കുക. അപ്പോൾ ഞാനിത് അവിടെ കൊണ്ട് വെച്ച്, പക്ഷേ പപ്പ ഇത് മുകളിൽ ടെറസിൽ കൊണ്ട് വെച്ചിട്ടാണ്, അതുകൊണ്ട് വേഗം ഉണങ്ങി കിട്ടി. ടെറസിലൊക്കെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറുതെ പപ്പടം പൊടിയണ പോലെ ഇത് പൊടിയും, അത്രയും ഇതായിട്ട് ഉണങ്ങി കിട്ടും കേട്ടോ. ഇതിപ്പോൾ അടിയിലേക്ക് വരുന്തോറും നമുക്കധികം വെയിലില്ല. അപ്പോൾ ഞാനിത് കൊണ്ടിട്ട് അവിടെ വെച്ച്, ഞാനെങ്കിൽ മുകളിൽ കയറൂലല്ലോ അധികം. അപ്പോൾ അത് കൊണ്ടേ വെച്ച്, അത് കഴിഞ്ഞിട്ട് ഇതേ മല്ലി ഒന്ന് കഴുകാൻ വേണ്ടി. അപ്പോൾ ഇത് 250 കിലോൻ്റെ മല്ലിയുടെ പാക്കറ്റാണ് കേട്ടോ, മുഴുവൻ മല്ലി. അപ്പോൾ അത് ഏതായാലും ഇനി കുറേ നാളായിട്ടല്ലേ ഇരിക്കണത്, അപ്പോൾ ഇനി സൂക്ഷിച്ച് വെക്കണ്ട. ഇനി വേണമെങ്കിൽ വേറെ ഇത്തിരി മേടിച്ച് വെക്കാം. ഇത് ഏതായാലും ഒന്ന് കഴുകി ഉണക്കി പൊടിക്കാമെന്ന് വിചാരിച്ചേട്ടാ. പക്ഷേ നമ്മളുടെ മിക്സി പണ്ട് മുതലേ ഞാനിങ്ങനെ ഈ മല്ലി പൊടിക്കാനായിട്ട് ശ്രമിക്കും, പക്ഷേ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടൂല കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് മേടിക്കുമ്പോഴുള്ള പൊടി ഭയങ്കര സ്മൂത്തായിട്ടുള്ളൊരു പൊടിയാണ്, ഇതങ്ങനെ പൊടിഞ്ഞ് കിട്ടില്ല. അപ്പം ഞാൻ വിചാരിച്ച് ആദ്യമായിട്ടാണ് കേട്ടോ ഈ ബോഷിൻ്റെ അകത്ത് ഇതൊന്ന് പൊടിക്കാമെന്ന് വിചാരിച്ചത്. ഇത്രയും നാൾ വേറെ വേറെ മിക്സികളെ കയ്യിലുണ്ടായിരുന്നു, അപ്പോൾ ബോഷിൻ്റെ മിക്സിയിൽ പൊടിച്ചാൽ പൊടിയും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനത് കഴുകിയെടുത്തേക്കണത് കേട്ടോ. പിന്നെ അതേ ചെറിയ ജീരകം, അതും കുറച്ചധികം ഉണ്ട്. അപ്പോൾ ചെറിയ ജീരകമൊന്നും സത്യത്തിൽ ഞാൻ കഴുകാറില്ല, പെട്ടെന്ന് ഇങ്ങനെ എടുത്ത് ഇടുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ ഈ പാക്കറ്റ് പൊട്ടിച്ചപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ച് അത് കുറേ ഉണ്ടെന്ന് കഴുകിയേക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ കവറുകളെല്ലാം ഒന്ന് ഒതുക്കി ഇതുപോലെ കളയാൻ വേണ്ടിയിട്ട് ഇടണതാണ് കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ വിടർന്നങ്ങനെ നിന്ന് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി എടുത്തൊരു റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റ് ചെയ്തിട്ട് വേസ്റ്റ് ബിന്നിലേക്ക് ഇട്ടതാണ് കേട്ടോ. പ്ലാസ്റ്റിക് വേസ്റ്റ് വേറെ, ഫുഡ് വേസ്റ്റ് വേറെ ഇതായിട്ടാണ് നമ്മൾ കൊടുക്കണം. പ്ലാസ്റ്റിക് വേസ്റ്റ് ആഴ്ചയിലൊരു ദിവസം കൊടുക്കണം. അപ്പോൾ അത് ഒരാഴ്ചത്തത് ഇങ്ങനെ നമ്മൾ ഒതുക്കി ഒരു കവറിലിട്ട് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഉള്ളതായിട്ട് തോന്നില്ല, ഒരു കവറിൽ ഒതുങ്ങിയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യും. അപ്പോൾ ഇതും ഒരു അരിപ്പയിലിട്ടിട്ട് അത് കഴുകിയെടുത്തിട്ടാണ്, അല്ലെന്നുണ്ടെങ്കിൽ കഴുകൽ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. ഇതും ഒരു വലിയൊരു പാത്രത്തിലേക്ക് പരത്തിയിട്ട് കഴിഞ്ഞാൽ വേഗം ആകും. എങ്കിൽ തന്നെയും എൻ്റെ കയ്യിൽ കിട്ടിയ പാത്രം അതാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു മൂടി പാത്രത്തിനകത്ത് ഇട്ടിട്ട് അതെല്ലാം അവിടെ കൊണ്ട് ഞാൻ വെച്ച്, പിന്നെ ഇനി ഒരു ഷോള് കൂടിയിട്ട് അതിൻ്റെ മീതിലേക്ക് ഇടണം. അപ്പോൾ പറഞ്ഞ് പപ്പ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞാനിത് അവിടെ കൊണ്ട് വെക്കണതേ. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പ ഇത് കണ്ടപ്പോൾ വേഗം അത് മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ടാണ്, ടെറസിൽ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ട് ഷോളൊക്കെ എടുത്തിട്ടിട്ടൊക്കെ വന്നു. ഷോൾ എടുത്തിട്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ പൊടിയായിരിക്കുള്ളൂ പിന്നെയും കയറണതേ. അപ്പോൾ നമ്മൾ വളരെ നൈസായിട്ടുള്ള ഷോളുകൾ, അതിൻ്റെ ഷോൾ അല്ലെങ്കിൽ നൈസാണല്ലോ, അത് ഇട്ടാൽ മതി. എൻ്റെ കയ്യിൽ ഒരുപാട് ഷോളുകളുണ്ട് ഇങ്ങനെ ഇതിനുപയോഗിക്കാൻ വേണ്ടിയിട്ടൊക്കെ. പണ്ടേ ഞാൻ അരി, ഗോതമ്പ്, മുളക്, മല്ലി ഇതെല്ലാം മേടിച്ചിട്ട് കഴുകി ഇങ്ങനെ ഷോളിൻ്റെ അകത്ത് നിരത്തും. എന്നിട്ട് ഒരു ഷോള് കൊണ്ട് അത് അതിൻ്റെ മുകളിൽ വിരിച്ചിട്ടാണ് ഉണക്കി പൊടിപ്പിച്ച് പണ്ട് മുതലേ എടുക്കണത്. അപ്പോൾ അതേ ചോറുള്ളത് ചൂടാക്കി കൊണ്ടുവന്ന് വെച്ചേക്കണേ. പിന്നെ ഉള്ളത് ചിക്കൻ മന്തിയാണ് കേട്ടോ. ഫ്രിഡ്ജിൽ ചിക്കൻ മന്തി ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കും റിച്ചാനും ഉച്ചക്ക് അത് കഴിക്കാം. പപ്പക്കാണെന്നുണ്ടെങ്കിലും ചോറും കറികളും ഉണ്ട്. അപ്പോൾ ഉള്ള ചോറ് ചൂടാക്കി മേശപ്പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചാൽ അപ്പോൾ ആവശ്യത്തിന് കഴിച്ചിട്ട് ബാക്കി മാറ്റി വെക്കാമല്ലോ. അപ്പോൾ ഈ ഉണക്കി പൊടിപ്പിക്കുന്ന കാര്യമല്ലേ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഈ ഉണക്കി പൊടിപ്പിക്കണത് എനിക്ക് വലിയ ഇഷ്ടമാണ്, എനിക്കതൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമാണ്. പക്ഷെ നമ്മളുടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് വർക്കുകളായി, അങ്ങനെയൊക്കെ ചെയ്യാനുള്ള നേരം കിട്ടാതെ. എങ്കിലും നമ്മൾ ചാനൽ തുടങ്ങിയ സമയത്തൊക്കെയും കഴുകി ഇങ്ങനെ ഉണക്കുന്നതും പൊടിപ്പിച്ച് അതെല്ലാം ഞാൻ വീഡിയോയിൽ അതിൻ്റെ ഒരു കണ്ടൻറ്റായിട്ട് തന്നെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ ചെയ്യുമെന്നൊക്കെ ഉള്ളതൊക്കെ കണ്ടൻറ്റായിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് വ്യൂസൊക്കെ അന്ന് കിട്ടിയതായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നീട് എനിക്കതിന് പറ്റാതെ ആയി. അങ്ങനെ കുറച്ച് പൊടികളൊക്കെ മേടിക്കാൻ തുടങ്ങി. എങ്കിലും ഇടയ്ക്ക് ഞാൻ മുളകൊക്കെ മേടിച്ച് പൊടിക്കുകയായിരുന്നു. കഴിഞ്ഞ വർഷം വരെ മുളകൊക്കെ മേടിച്ച് കഴുകി ഉണക്കി പൊടിക്കുകയും ചെയ്തിട്ടുള്ളത് കേട്ടോ. അരി പൊടിക്കലൊക്കെ ഇപ്പോൾ പറ്റാതെയായി. കാരണം ഒന്നാമത് പപ്പ നാട്ടിൽ ജോലി ആയി കഴിഞ്ഞപ്പോഴത്തേക്കും പപ്പക്ക് ഡെയിലി പോകുകയും അങ്ങനെ ഉള്ള തിരക്കിൽ പപ്പക്കും കൊണ്ടുപോകാൻ പറ്റാതെ. പിന്നെ വേറൊരു വലിയ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കഴുകി ഉണക്കി നമ്മൾ കൊടുക്കുന്നത് അവിടെ വെച്ചിട്ട് പോരേണ്ടി വരും. അവർ അപ്പം തന്നെയൊന്നും പൊടിച്ചതല്ല. അപ്പം
വെച്ചിട്ട് പോരുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. തിരക്കിൻ്റെ ഇടയിൽ അവർ ചിലപ്പോൾ നമ്മളുടെ പൊടിക്ക് പകരം വേറെ കഴുകി ഉണക്കാതെ കൊണ്ടുവന്ന് വെച്ച പൊടിയായിരിക്കുമോ നമുക്ക് തരണേന്നൊക്കെ നമുക്ക് അത് ഒരു സംശയിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, സിന്ധുവിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചില്ലേ പൊടി, അവൾ കഴുകി ഉണക്കി പൊടിപ്പിക്കണം. അവർക്കാണെന്നുണ്ടെങ്കിലും അവരവിടെ വെച്ചിട്ട് പോരൂല എന്ന് പറഞ്ഞു. കാരണം അവർ ഇത്രയും കഷ്ടപ്പെട്ട് കഴുകി ഉണക്കി കൊണ്ടുപോകുന്ന സാധനം അത് തിരക്കിൻ്റെ ഇടയിൽ അവരത് മാറിപ്പോവുകയാ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് അതൊരു നഷ്ടം തന്നെയല്ലേ. ഇത്രയും ബുദ്ധിമുട്ടി ചെയ്തിട്ട് കഴുകാതെ ഉണക്കാതെ കൊണ്ടുവന്ന് പൊടിപ്പിക്കുന്ന സാധനം നമുക്ക് തന്നാൽ പോയില്ലേ. അപ്പോൾ അതുകൊണ്ട് അവരവിടെ നിന്നിട്ട് തന്നെ പൊടിപ്പിച്ചെടുക്കുമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരിക്കലും വെച്ചിട്ട് പോരൂല. കാരണം അത് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ബിസിനസ്സിൻ്റെ കാര്യങ്ങളല്ലേ, അവരുടെ സൗകര്യത്തിനനുസരിച്ച് എന്തെങ്കിലുമൊക്കെ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞാൽ പണിയാണ്, ചിലത് മാറിപ്പോയാലും പണിയാണ്. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കൊണ്ടുപോയി വെച്ചിട്ട് പിറ്റേ ദിവസം വന്നൊക്കെ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മളവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലുള്ളൊരു ബുദ്ധിമുട്ട്, ഈ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് പിന്നെ ഇവിടെയൊക്കെ നിറയെ എലികളുള്ള സ്ഥലമാണ്. അപ്പോൾ രാത്രി ഈ സാധനം നമുക്കവിടെ പൊടിച്ച് കഴിഞ്ഞാൽ തന്നെ അവിടെ തുറന്ന് വെക്കണത്, കാരണം അടച്ചു വെച്ച് കഴിഞ്ഞാൽ ആവി വെള്ളം വീഴും. അപ്പോൾ അതുകൊണ്ട് തന്നെയും എലികൾ കയറിയേ എന്തൊക്കെ കയറി ഇറങ്ങിയെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് പപ്പ പറയും ഇപ്പം നമുക്ക് വിശ്വസിച്ച് കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുകയും ചെയ്യും കേട്ടോ. അങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ പൊടിക്കൽ ഒന്ന് നിർത്തിയത് കേട്ടോ, മതിയാക്കിയത്. അപ്പം നമ്മൾ സംസാരിച്ചിരിക്കയിൽ നമ്മുടെ ഈ ഒരു വാർഡ്രോബിൻ്റെ ക്ലീനിങ് കഴിഞ്ഞ് കുറേ മുകളിൽ വെക്കാനുണ്ട്, കുറച്ച് കളയാനുണ്ട്, അതൊക്കെ മാറ്റിയിട്ടുണ്ട്. ഏറ്റവും അടിയിലെ തട്ട് റയൻ്റെതായിരുന്നു. ആ തട്ട് റയൻ ഇനിയിപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ടില്ല വരുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി എനിക്ക് എൻ്റെ ഒരു ഡ്രസ്സിൻ്റെ ബോക്സ് എടുത്തിട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഫയൽ സിസ്റ്റത്തിൽ വെക്കണമെങ്കിൽ എല്ലാം നമുക്ക് കാണാൻ പറ്റും. ഒരെണ്ണം എടുക്കുമ്പോൾ അടുത്തതിനെ ഒന്ന് കൈകൊണ്ട് അമർത്തി പിടിച്ച് അങ്ങോട്ട് എടുത്താൽ മാത്രം മതി, അത് പൊങ്ങി ഇങ്ങനെ വരാതിരിക്കാനായിട്ട്. ഇപ്പോൾ റിച്ചാർഡിൻ്റെതാണിത്. അതൊക്കെ വീട്ടിൽ കൊടുക്കണതൊക്കെ റെഡിയാക്കി അവൻ ഇപ്പോൾ കുഴപ്പമില്ലാതെ അത് ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. നേരത്തേക്ക് അവനും ഈ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അവർക്കൊക്കെ ഇങ്ങനെ വലിച്ചു വാരി എടുക്കുന്നതാണ് ഇഷ്ടം. പിന്നെ അത് നമ്മുടെ പെർഫ്യൂം ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് അലമാരിയിൽ നല്ല സ്മെല്ലുണ്ടാകാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ റിച്ചാർഡിൻ്റെ സെക്ഷൻ എല്ലാം വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ഇത് കുറേ അധികം നാളുകൾ കൂടിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്താൽ മതിയേ, അത്രയും നാൾ നന്നായിട്ടിരിക്കും. ഇത് പപ്പയുടെ കുറച്ച് ഫയൽ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആ ഒരു തട്ട അങ്ങനെ തന്നെ പോയേക്കണേ കേട്ടോ. ഇതെൻ്റെ ബോട്ടം മാത്രം വെച്ചേക്കുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ ഈ പേഴ്സ് കാണുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ എടുത്ത് നിങ്ങളെ കാണിക്കാറുണ്ട്. കുടയുടെ തുണി വെച്ചിട്ട്, കുട ചീത്തേക്കുമ്പോൾ ആ തുണി വെച്ചിട്ട് ഞാൻ തുന്നിയെടുത്ത ഒരു പേഴ്സ് നല്ല അടിപൊളിയാണ്. ഇപ്പോഴും നല്ല ഭംഗിയായിട്ടിരിക്കണത്. ആ പേഴ്സിൽ നമ്മൾ അത്യാവശ്യം പൈസയൊക്കെ ഇട്ട് വെക്കും. ഇവിടെ അധികം പൈസ വെക്കാറില്ല, നമ്മളെല്ലാം ഗൂഗിൾ പേ ഒക്കെ തന്നെ ചെയ്യണത് കേട്ടോ. പൈസയൊക്കെ മിക്കവാറും ഉണ്ടാകാറില്ലെന്നുള്ളതാണ് സത്യം. എങ്കിലും പേഴ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പപ്പയുടെ സെക്ഷനാണ്. പപ്പയുടെ സെക്ഷൻ കുറച്ച് അലങ്കോലമായിട്ട് കിടക്കണേണ്. കാരണം പപ്പക്ക് ചെറിയൊരു സെക്ഷനെ കൊടുത്തിട്ടുള്ളൂ. പിന്നെ ആണെങ്കിൽ അവിടെ ഇങ്ങനെ ഓർഗനൈസർ വെച്ച് ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓർഗനൈസർ ചെറുതേ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് പപ്പക്ക് ഒത്തിരി ടീഷർട്ട്സ് ഇങ്ങനെ വീട്ടിലിടാനും ഒന്നടുത്തൊക്കെ പോകുമ്പോൾ ഇടാനുള്ള അങ്ങനെ കുറേ ടീഷർട്ടുകൾ പലതരത്തിലുണ്ട്. അപ്പോൾ ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് കളവപ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്താലും കളയില്ല. പുള്ളി പറഞ്ഞത് വീട്ടിലിടാനാണ്, മറ്റേത് തൊട്ടടുത്തിടാനാണ്, തൊട്ടപ്പുറത്ത് കുറച്ച് ദൂരേക്ക് പോകണമെങ്കിൽ ഷർട്ടുകൾ, അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇതൊന്നും പുള്ളി കളയേയില്ല, എല്ലാം ഇങ്ങനെ വെക്കണത് കൊണ്ട് അവിടെ ഒരു ഓർഗനൈസർ വെച്ച് കഴിഞ്ഞാലും അതിനകത്ത് നേരത്തെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്തൊന്നും കൊള്ളൂല, അത് തിങ്ങിയിരിക്കണോണ്ട് പപ്പയ്ക്ക് എടുക്കാനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കുള്ളൂ. അങ്ങനെ എല്ലാം കൂടി അത് ആകെ നാശമായിട്ട് കിടക്കണം. അപ്പോൾ അതിനകത്ത് കുറച്ച് കളയണം, എന്നാലേ അത് വൃത്തിയായിട്ടിരിക്കുള്ളൂ. പക്ഷേ കളയൂല, എല്ലാം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പിന്നീട് ചെയ്യാമെന്ന് വിചാരിച്ച് പപ്പയുടെ ഞാൻ പറഞ്ഞു ആവശ്യമില്ലാത്തതൊക്കെ നിങ്ങൾ കളാന്ന് പറഞ്ഞപ്പോൾ ഒന്നും കളയാനില്ല എന്നപ്പം തന്നെ പറഞ്ഞു. അന്നേ പിന്നെ അത് അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരെ മുകളിലേക്ക് വന്നിട്ട് ഈ ചാക്കെടുത്ത് വെച്ചേക്കുന്നത് നമ്മുടെ ഗാർബേജ് കാരണം അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചാക്കിൽ കെട്ടിയിട്ട്. അപ്പം കുറച്ച് ഇതില്ലേ നമ്മളുടെ ചെയർ ബാഗൊക്കെ ഉണ്ട് പഴയത്. ആ ചെയർ ബാഗൊക്കെ എന്തിനാണ് ഞാൻ അലമാരിയിൽ സൂക്ഷിച്ച് വെച്ചേക്കണേന്ന് ഇത്രയും നാളുകളായിട്ട് ഞാനത് ചിന്തിച്ചിട്ടില്ല. ഇപ്പോഴാണ് ഓർക്കണത്, ഈ നമുക്ക് ഉപയോഗിക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാമല്ല, ഈ ഉപയോഗിക്കാത്ത സാധനങ്ങൾ അലമാരിയിൽ ഇത്ര ഭദ്രമായിട്ട് ഞാൻ പൂട്ടി വെച്ചേക്കണേ എന്തിനാണ് എന്ന് വിചാരിച്ചിട്ട് ഞാനങ്ങനെ ഈ ബോക്സുകൾ എല്ലായിടത്തും മാറ്റിയിട്ടുണ്ട്. ഓരോ ബോക്സിലാക്കിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്യാവശ്യമുള്ള സാധനങ്ങൾ ഇനി ഉപയോഗിക്കാനുള്ളത് മാത്രം എടുത്ത് റോൾ ചെയ്ത് വെക്കണേ. എന്നിട്ട് ബോക്സൊക്കെ എടുത്ത് കത്തിക്കാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇട്ടു. അപ്പോൾ ചിലതൊക്കെ കീറിപ്പോയിട്ടുണ്ട് ബോക്സുകൾ, തുണി പൊതിയാത്തത് കൊണ്ടേ. തുണി പൊതിയില്ലെങ്കിൽ ബോക്സ് ഇങ്ങനെ വലിക്കുമ്പോൾ കീറിപ്പോവും. അപ്പോൾ അങ്ങനെ ചെയർ ബാക്കുകളും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിയപ്പോൾ തന്നെ അലമാരിയിൽ ഒരുപാട് സ്ഥലം കിട്ടി. പിന്നെ നമ്മുടെ റയൻ കൊച്ചിൻ്റെ ഡ്രസ്സുകൾ
ഭൂരിഭാഗം ഡ്രസ്സുകളും പുതിയതും ഒക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ അവൻ വലിയ കുട്ടിയായല്ല, അപ്പോൾ ചെറുതൊക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടം. ഹുഡിയൊക്കെ അതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അവൻ വരുമ്പോൾ അത് എന്തേന്ന് അങ്ങനെ ചോദിച്ചാലാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ അവൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ആ സാരി ബാഗ് പഴകിയതാണ് കേട്ടോ. സാരി ബാഗിലൊക്കെ എടുത്ത് വെച്ച് സിബിടാൻ നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് സിബില്ലാത്ത പൊട്ടിപ്പോയ സാരി ബാഗാണ് അതെന്ന് അപ്പോഴാണ് മനസ്സിലായത്. അത് പൊട്ടിപ്പോയത് ഞാൻ അറിഞ്ഞിട്ടില്ല, കാരണം അത് റയൻ കൈകാര്യം ചെയ്ത് പൊട്ടിച്ച് കളഞ്ഞേക്കണതാണ്. അല്ലെന്നുണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റും ഞാൻ പൊട്ടിച്ചിട്ടാണ് വെച്ചേക്കണേന്നുള്ളത്. അപ്പോൾ ഇത് നോക്കിയപ്പോഴത്തേക്കും സംഭവം സിബ് പൊട്ടിക്കിടക്കണേ. അങ്ങനെയെങ്കിൽ കുഴപ്പമില്ല, അതങ്ങനെ തന്നെ പൊക്കിയെടുത്ത് അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ റോജറിൻ്റെ ഡ്രസ്സ് ഭൂരിഭാഗവും ബാംഗ്ലൂരാണ്, എങ്കിലും ഇവിടെ വരുമ്പോൾ ഇടാനുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ അവിടെ ഹാങ്കറിലൊക്കെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹാങ്കറിൽ തൂക്കിയിട്ടതും എല്ലാം എടുത്തിട്ട് വാഷ് ചെയ്ത് എല്ലാം മാറ്റാമെന്ന് വിചാരിച്ചു. അവനൊരു തവണയൊക്കെ ഇട്ടിട്ടൊക്കെ ആങ്കറിൽ തൂക്കിയൊക്കെ അകത്ത് അലമാരയുടെ അകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു നീല ഓർഗനൈസർ അത് ഞാൻ അവിടെ വെച്ചേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആരും ഇങ്ങനെ ഹാങ്കറിലൊന്നും തൂക്കിയിടാറില്ല. അപ്പോൾ ആ ഒരു നീളത്തിലുള്ള സ്പേസ് ഒരു ഉപകാരവും ഇല്ലാതെ അവിടെ കിടക്കുന്നത് കൊണ്ടാണ് ആ ഒരു നീല 4 തട്ടിൽ ഓർഗനൈസർ അവിടെ വെച്ചിട്ട് അതിനകത്തേക്ക് ഷർട്ടുകളും എല്ലാം നമുക്ക് തേച്ച് മടക്കി ഇങ്ങനെ നീളത്തിൽ തേച്ച് ഇങ്ങനെ മടക്കി രണ്ട് ഫോൾഡ് മാത്രം ചെയ്തിട്ട് ഒറ്റ ഫോൾഡ് മാത്രം ചെയ്തിട്ട് നമുക്ക് വെക്കാൻ ആ ഒരു നീളത്തിൽ പറ്റും. പണ്ടൊക്കെ നിങ്ങൾ ഓർക്കണില്ലേ, റോജർ കോളേജിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡെയിലി ഇടാനുള്ള ഷർട്ടുകൾ ഞാൻ തേച്ച് പേപ്പർ ഉള്ളിൽ വെച്ചിട്ട് മടങ്ങി പോകാതിരിക്കാൻ ഈ ഓർഗനൈസറിൻ്റെ അകത്ത് ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പം അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് ആ ഒരു ഓർഗനൈസർ അതിൻ്റെ അകത്ത് കേട്ടോ. അപ്പോൾ അത് ഭയങ്കര യൂസ്ഫുള്ളാണ്. അങ്ങനെ നമ്മളിങ്ങനെ ഈ ഹാങ്കർ ഇടുന്ന സ്ഥലത്ത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ ആ ഒരു പൊക്കത്തിൽ ഓർഗനൈസർ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം. അപ്പം അങ്ങനെ ആ ഒരു ഓർഗനൈസറിൽ നിന്ന് ആവശ്യമില്ലാത്തതെല്ലാം പുറത്തേക്ക് തട്ടി എല്ലാം ഇട്ടിട്ട് മാറ്റിയിട്ട് വേണ്ടത് മാത്രം തിരിച്ച് കയറ്റി. പിന്നെ കുഞ്ഞു ഇതുപോലെയുള്ള സാരി ബാഗുകളിൽ നമുക്ക് ഓരോ ഡ്രസ്സുകൾ, ഇപ്പോൾ സാരി അതിൻ്റെ അണ്ടർസ്കേർട്ട് ബ്ലൗസൊക്കെ ഇട്ട് വെക്കാം കേട്ടോ. പിന്നെ ഇത് അപ്പച്ചൻ്റെ ഫോട്ടോ, പപ്പടപ്പച്ചൻ കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോട്ടോ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ക്ലോക്ക് വെച്ചിട്ടില്ലേ താഴത്ത്, അവിടെയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ദിവസം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് എത്രയോ പാതിര സമയത്ത് ഇത് താഴെ വീണ് പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അതിൻ്റെ ചില്ലൊക്കെ മാറ്റി അതിൻ്റെ പ്ലാസ്റ്റിക് കവറോട് കൂടി അത് അകത്ത് തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പപ്പ അകത്ത് തന്നെ വെച്ചേക്കുകയാണ്. അപ്പോൾ ഇതുപോലെ ഞാൻ അലമാരിയൊക്കെ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഓർഗനൈസർ വളരെ യൂസ്ഫുള്ളാണ്. ഇതുപോലെ ഹാങ് ചെയ്യാതെ സ്ഥലം വെറുതെ പോകണമെന്നുണ്ടെങ്കിൽ വെക്കാൻ. അപ്പോൾ ഇത് റായൻ്റെ ഷർട്ടാണ്, ടാഗ് പോലും പൊട്ടിച്ചിട്ടില്ല, അതങ്ങനെ ഇരിക്കുന്നുണ്ട്. ഈ എക്സാമിനൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒറ്റ കളർ ഷർട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു 4 എന്തോ സോൾട്ട് കളർ ഷർട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊരെണ്ണം ഉപയോഗിക്കാത്തത് അങ്ങനെ വെച്ചിട്ട് പോയതാണ്. അങ്ങനെ നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഒതുക്കിയിട്ടുണ്ട്. പപ്പയുടെ ജീൻസും ഷർട്ടും മാത്രമാണ് ഒതുക്കാത്തത്, കാരണം പപ്പ ഒന്ന് കളയൂല, അതെല്ലാം അവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു അത് ഇനിയും എടുത്ത് അങ്ങനെ തന്നെ അതിനകത്ത് നിറച്ച് വെക്കണം. അപ്പോൾ അത് ഒരു മടിയായിട്ട് ഞാൻ പിന്നെ അതുമേ തൊട്ടില്ല. പിന്നെ നമ്മൾ ഒരു റെഡ് ഓർഗനൈസർ മരത്തിൻ്റെ അലമാരിൽ ഇരിക്കുന്നുണ്ടില്ലേ, അതിനകത്ത് ആൽബം ആണ് കേട്ടോ വെച്ചേക്കണത്. ഒരുപാട് ആൽബങ്ങളില്ലേ, അതൊക്കെയാണ് വെച്ചേക്കണത്. പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഒരു 6-6:30 മണിയായപ്പോഴത്തേക്കും റിച്ചാർഡ് എന്നെ കൊണ്ട് ഈ വൈപ്പിലേക്കാണ് പോണത് കേട്ടോ. വൈപ്പിൽ കാളമുക്ക് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് നമ്മുടെ ഈ റിച്ചാർഡ് മേടിക്കുന്ന ടോയ് കാറുകളില്ലേ, അതിൻ്റെ ഒരു ഷോപ്പുണ്ട്. അപ്പോൾ മമ്മി ഞാൻ കൊണ്ട് കാണിച്ചു തരാം, അവിടുത്തെ കാറുകളുടെ കളക്ഷനൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞ് എന്നെ കൊണ്ടുപോകണതാണ് കേട്ടോ. അപ്പോൾ വൈപ്പിലേക്ക് പോണതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഓട്ടോയിലാണ് പോണത്, കാർ കൊണ്ടുപോയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ഓട്ടോ വിളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് പെട്ടെന്ന് അടുത്ത സ്റ്റോപ്പിൽ തന്നെയാണ് ഈ കാളമുക്കെന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ കടയിൽ എങ്ങനെയാണെന്ന് കാണിച്ചു തരാമെന്ന് പറയുന്നത്. അപ്പോൾ ഈ കടയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ട, ഇതിൻ്റെ സ്റ്റെയർ കിടക്കണത് ഇതേ ഇങ്ങനെ താഴേക്ക് പേടിയായി പോകട്ടെ. ഒരു കണക്കിനാണ് ഞാൻ മുകളിൽ കയറിയിട്ട് എനിക്ക് പേടിയായിരുന്നു ഇങ്ങനെ താഴേക്ക് ഇറങ്ങുമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഒരു കുഞ്ഞു കടയാണ്, പക്ഷേ ഇതിനകത്ത് നിറയെ കാറുകളും ആളുകൾക്ക് നിൽക്കാനേ സൗകര്യമില്ല, അത്രയും കാറുകളാണ്. അപ്പോൾ റിച്ചാർഡാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഈ എക്സാമിൻ്റെയും പഠനത്തിൻ്റെയും സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രദ്ധ തിരിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യണത്. ഇതിന് പകരം മറ്റുള്ള ആളുകൾ മദ്യപാനമാണ് ചെയ്യണമെന്ന് അവൻ പറഞ്ഞു. കാരണം അത്രയും സ്ട്രെസ്സാണ് ഈ ഒരു സ്റ്റഡീസിൻ്റെ ഈ ഒരു ടൈം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്നാണ് അവൻ പറയണത് കേട്ടോ. അപ്പോൾ മദ്യപാനത്തിനേലും നല്ലതല്ലേ ഇതെന്ന് അവൻ എപ്പോഴും പറയും കേട്ടോ. ഭൂരിഭാഗം ആളുകളും മദ്യപാനം തന്നെയാണ് എന്ന് വെച്ച് കുടിച്ച് ബോധമില്ലാതെ നടക്കണമെന്നല്ല, അങ്ങനെ ഒരു ഇപ്പോൾ അങ്ങനെയാണ് എല്ലാവരുടെയും അവസ്ഥ. എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർന്ന് കിട്ടിയാൽ മതി. അപ്പോൾ ഭൂരിഭാഗം ആളുകളും ഈ 6 മാസത്തെ കോഴ്സ് എന്ന് പറയുന്നത് 3 മാസം ചെയ്തിട്ട് പിന്നെ പോയി വന്ന്
ഇഷ്ടമുള്ള സമയത്ത് സൗകര്യമുള്ള സമയത്തൊക്കെയാണ് എക്സാമിന് കൊടുക്കുന്നത് കേട്ടോ. പക്ഷേ റിച്ചാർഡ് കംപ്ലീറ്റ് എക്സാമുകളും ചെയ്ത് തന്നെയാണ് പോരാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ജയിക്കുവാന്നൊന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം 4-5 അറ്റംപ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ഇപ്പോൾ അവൻ്റെ കൂടെ പഠിക്കാനൊക്കെ എക്സാമിനൊക്കെ വരുന്നത്. കാരണം ഇത് പെട്ടെന്ന് ഇങ്ങനെ പാസ്സായി കിട്ടുന്നൊരു സംഭവമല്ല കേട്ടോ. നമ്മൾ എത്ര തവണ ഇരിക്കേണ്ടി വരുമെന്ന് തന്നെ അറിയില്ല. പിന്നെ ഒരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സുകൾ തീർന്നു കിട്ടും. 6 മാസം നമ്മൾ പിന്നെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു വലിയൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് തീർന്നു കിട്ടും. എക്സാം നമ്മൾ സാവധാനം ഇരുന്ന് പഠിച്ച് ഇപ്പോൾ ജോലിക്ക് കയറുമ്പോഴായാലും കുറച്ച് നേരമൊക്കെ പഠിക്കാനൊക്കെ കണ്ടെടുത്ത് പഠിച്ച് വരുമ്പോൾ നമ്മൾ എക്സാം എഴുതുക അങ്ങനെയൊക്കെ. അപ്പോൾ അത് എത്ര തവണ എഴുതിയാലാണ് പാസ്സാകണമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ 5 വർഷത്തെ വാലിഡിറ്റി കൊടുത്തിട്ടാണ്. 5 വർഷത്തിനുള്ളിൽ ഈ എക്സാംസ് കംപ്ലീറ്റ് ചെയ്ത് പാസ്സായി എടുത്താൽ മതി. അപ്പോൾ അങ്ങനെ 5 വർഷത്തിനുള്ളിൽ. അപ്പോൾ ഈ കാണുന്നത് ഗ്യാരേജ് ഒരാൾക്ക് വേണ്ടി പണിതവിടെ വെച്ചേക്കുന്നതാണ്. അയാളുടെ കാറുകളും തന്നെയാണ് അതിനകത്തിരിക്കുന്നത്. അപ്പോൾ അവരത് അയാൾക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ റിച്ചാൻ ഇതുപോലെ ഒരു ഗ്യാരേജ് വേണമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് സാവധാനം ചെയ്യിക്കാമെന്നൊക്കെ അവൻ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇത് ഭയങ്കര ഒരു ക്രൈസാണ് കേട്ടോ, കുട്ടികളുടെ അല്ല വലിയ ആളുകളുടെ. പിന്നെ ഇപ്പോൾ കാണുന്നത് ആക്ഷൻ ഫിഗേഴ്സ് എന്നാണ് പറഞ്ഞത്. ഈ ആക്ഷൻ ഫിഗേഴ്സിനും ഒരുപാട് ആവശ്യക്കാരാണ്. അപ്പോൾ ഈ സാധനത്തിനൊക്കെ ഭയങ്കര വിലയാണ് കേട്ടോ. 1000 രൂപയൊക്കെ തന്നെയാണ് ഓരോ പീസിനും. അപ്പോൾ അതിൽ ഒരെണ്ണമാണ് ഡീമൺ സ്ലെയർ എന്ന് പറഞ്ഞിട്ട് ഒരു 1000 രൂപയുടെ ഒരു പീസാണ് റയൻ മേടിച്ചിട്ട് റോജറിന് കൊടുത്തത്. അപ്പോൾ റോജർ ഈ ഡീമൺ സ്ലെയറിനെ ഇങ്ങനെ നോക്കി നിൽക്കുന്നത് അവൻ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അന്നേ പിന്നെ അവൻ ഒരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനിയൻ ചേട്ടന് കൊടുത്ത ഗിഫ്റ്റ് ആയിരുന്നത്. അപ്പോൾ അങ്ങനെ ഒക്കെയാണ് ഇപ്പോഴത്തെ ആളുകളുടെ ഒരു ട്രെൻഡ് പോകുന്നതെന്ന് കാണിക്കാനും കൂടി വേണ്ടിയിട്ടാണ് റിച്ചാർഡ് എന്നെയും കൊണ്ട് പോയത് കേട്ടോ. അങ്ങനെ നമ്മൾ വേഗം ഇനി അക്കരെ കിടക്കണം. കാരണം റോറോ തീരണതിന് മുമ്പ് നമുക്ക് അപ്പുറത്തേക്ക് പോകണം. അതുകൊണ്ട് നമ്മൾ വേറെ ഭക്ഷണം കഴിക്കാനോ ഒന്നിനും നിന്നില്ല കേട്ടോ. നേരെ വീട്ടിലേക്ക് പോകുന്നു. അതിനുള്ള നേരം ഉണ്ടായിരുന്നുള്ളൂ. പോയപ്പോഴേ ഞാൻ പപ്പയുടെ പറഞ്ഞു വന്നിട്ട് പിന്നെ ഞാൻ കഞ്ഞി മാത്രമേ വെക്കുള്ളൂ, കൂടുതലൊന്നും വെക്കാനുള്ള ഒരു പോയി വരുമ്പോൾ ഒരു ക്ഷീണമല്ലേ, അതുകൊണ്ട് കഞ്ഞി വെക്കുള്ളൂ. അപ്പോൾ പറഞ്ഞു ഞാൻ കഞ്ഞി മതി എന്ന് പറഞ്ഞു. അങ്ങനെ കഞ്ഞി വെച്ച് ഞങ്ങൾ കഞ്ഞിയൊക്കെ കുടിച്ച് ഡിന്നറിൻ്റെ പരിപാടികൾ കഴിഞ്ഞ് പിന്നെ പ്രയർ കഴിഞ്ഞ് അത്രയും ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്